എങ്ങനെയാണ് കേട്ടോ അതിലേക്ക് നമ്മൾ എത്തുന്നത്? അതായത് ഇപ്പം ഇന്നത്തെ ഒരു ജനറേഷൻ തന്നെ അറിയാം, ഒരുപാട് സുഹൃത്ത് വലയം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് ഇന്നത്തെ കുട്ടികൾ. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ കുട്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അവർക്ക് ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കൂടുതലും ലഹരിയായിരിക്കും. ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളല്ല. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് കൂടുതലും എനിക്ക് പുറത്തൊക്കെ സഞ്ചരിക്കാൻ കാണാൻ കഴിയുന്നത് ലഹരിയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനൊരു രാത്രിയിലായിട്ട് 6 മണിക്ക് തുടങ്ങിയ ഒരു ബൈക്ക് പൊളിക്കാൻ, ഒരു പാമ്പ് പിടിക്കാണ്ട് ഒരു ലേഡി കൊണ്ടുവന്നൊരു വണ്ടിയിൽ. അത് ആദ്യം നാട്ടുകാർ പൊളിച്ച് പകുതിയാക്കി. അവിടെ നിന്ന് വന്ന കൊച്ചു പയ്യൻ എനിക്കൊന്നൊരു +2 +1 ആയിരിക്കും, ഒരു 10-15 എല്ലാം ലഹരിയായിരുന്നു എന്നുള്ളതാണ്. അവരൊരു 10-15 ഉണ്ട്, ഭയങ്കര ബഹളം ഒട്ടാസമായിരുന്നു. അപ്പോൾ അവർ ആ ഒരു ടീം എല്ലാവരും അങ്ങനെയായിരുന്നു, അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഒഴിവാക്കി. കാരണം ഞാൻ കള്ള് വാങ്ങിക്കൊടുത്തിട്ടുണ്ടില്ലെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, പല കാര്യങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കുടിക്കാണ്ട് എൻ്റെ അച്ഛൻ നന്നായിട്ട് കഴിക്കുമായിരുന്നു, നന്നായിട്ട് കഴിക്കുന്നുള്ളത്. പിന്നെ അറിയാമല്ലോ, അച്ഛൻ അച്ഛനൊക്കെ മരണപ്പെട്ട മരണത്തിനെ കുറിച്ചൊന്നും പറയാൻ പാടില്ല. എന്നാലും അച്ഛന് കൊച്ചു വീടല്ലേ, കുടുംബം കഷ്ടപ്പെടുന്ന വീടല്ലേ. അപ്പോൾ അച്ഛൻ കള്ള് കുടിച്ചുകൊണ്ട് വരുന്നു, അമ്മയെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നു, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ വളർന്നു വന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാനൊരിക്കലും അച്ഛനെ പോലെ ആവരുത് എന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ആ ഒരു 10-12 വയസ്സ് കാലഘട്ടം. അപ്പോൾ ഇന്ന് വരെ എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ അവസാനം വരെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ ഇന്നെനിക്ക് ഞാൻ ആരെയും സുഹൃത്തുക്കളായിട്ട് കാണുന്നില്ല. അപ്പോഴും കാണുന്ന ആരോ അവരെ കണ്ടങ്ങ് പോകുന്നു. അതുകൊണ്ട് മുമ്പൊക്കെയാണ് ഞാൻ ഒരുപാട് സമയം സുഹൃത്തുക്കളുണ്ട് ചിലവാക്കും, അവരുടെ വീട്ടിൽ പോയിരിക്കാണ്ട്, അവർ സംസാരിക്കേണ്ട, അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാറുണ്ട്. ഇപ്പം ഞാൻ ലോഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഞാൻ പുറത്തുനിന്ന് പോകും, അകത്ത് നിന്നിട്ട് പുറത്ത് പൂട്ടും, ഞാനകത്ത് കിടക്കും, ആർക്ക് ശല്യമില്ലല്ലോ. കോൾ വരുമ്പോൾ ഞാൻ ഇറങ്ങി, ഞാനവിടെ ഉണ്ടെന്നല്ലോ ആരും അറിയത്തില്ല. ഇപ്പം സുരേഷ് ഏട്ടൻ താമസിക്കുന്നത് ലോഡ്ജിലാണ്? ഞാൻ ലോഡ്ജിൽ 7 വർഷമായി. ഞാൻ ലോഡ്ജിലാണ്. പിന്നെ കൂട്ടെന്ന് പറഞ്ഞാൽ അനിയത്തിയായിരുന്നു. അനിയത്തിക്ക് ഇപ്പം ഷുഗർ കൂടിയിട്ട് അനിയത്തി കിഡ്നി പ്രോബ്ലംസ് കാര്യങ്ങളായിട്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ അതും ആ ഒരു കാലഘട്ടത്തിൽ നടന്നു. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾക്ക് മേലെക്കിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാട്ടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ഈ ഒരു ചിരി എങ്ങനെയാണ്? കാരണം ഞാൻ എപ്പം കാണുമ്പോഴും സുരേഷ് ഏട്ടൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല. ഇതെങ്ങനെയാട്ടെ ഈ ചിരി? നമ്മൾ ഇപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊന്ന് എന്ത് ചെയ്യില്ല, അനിയത്തിക്ക് സുഖമില്ല, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തിയേറ്റർ സിനിമ കാണാൻ പോകാറില്ല. ഞാൻ സിനിമ കാണാൻ പോയിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തിയേറ്റർ സിനിമ കാണാൻ പോകുന്നത്. 8-ലോ 10-ലോ ആ ഒരു കാലഘട്ടം അല്ല. ഞാൻ ചിത്രം സിനിമ, ലാൽസാറിൻ്റെ ചിത്രം സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനൊരു 10-25 പ്രാവശ്യം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. ഒരു 3 ഷോ ഒരുമിച്ചിരുന്ന് കണ്ടു. ടിക്കറ്റ് എടുക്കുക, ഇറങ്ങി കാണും, അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിയേറ്ററിൽ പോയിട്ടേ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ 3 മണിക്കൂർ ഞാൻ ഒരിടത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ സിനിമ കാണാതിരിക്കുക, അല്ലെങ്കിൽ 2.5 മണിക്കൂർ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു 30,000 കാര്യങ്ങൾ ചിന്തിക്കാം, അതിൽ 10 കാര്യങ്ങൾ നടപ്പിലാക്കാം, ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടക്കാതെ പോകും. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഒഴിവാക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം ഞാൻ ഹോട്ടലിൽ നിന്നാണ്. ഞാനൊരു 15 വയസ്സിൽ ഞാൻ ആദ്യം മേശിരി പണി, ഒരു 7ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ തൊട്ട് ഞാൻ മേശിരി പണിക്ക് ഇറങ്ങിയ ആളാണ്. അപ്പോൾ അന്ന് 5 രൂപയാണ് ശമ്പളം, 5 രൂപയായിരുന്നു അന്നത്തെ ശമ്പളം. അപ്പോൾ അന്ന് തൊട്ട് പിന്നെ കുറച്ചുകൂടെ ആയി, പിന്നെ അത് 5, 15, 10ആയി, 10, 12ആയി, 15ആയി, അങ്ങനെ 23, അങ്ങനെ അത് ആ ഒരു 15-18 വയസ്സൊക്കെ ആയ സമയത്തിട്ട് ഞാൻ പൂർണ്ണമായിട്ട് പണിക്കായി തുടങ്ങി. 10ാം ക്ലാസ്സൊക്കെ ആയ സമയത്ത് പണിക്ക് പോയി. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഫുൾ ടൈം ഹോട്ടലിൽ ഫുഡാണ് കഴിക്കുന്നത്. ഇപ്പോൾ പിന്നെ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. പിന്നെ അതിനിടയിൽ കുറേ കാലം പിന്നെ അതിന് വെജിറ്റേറിയനായി. ഇപ്പോൾ വീണ്ടും ആ കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ 2 വർഷമായി ചിക്കനും മുട്ടയും കഴിക്കാറുണ്ട്. പക്ഷേ അതും പറ്റുന്നില്ല. ഇപ്പോൾ കഴിക്കുന്ന സമയത്ത് തലയൊക്കെ ഇങ്ങനെ വേർത്തിട്ട് തല ചൂടായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ തല ഇങ്ങനെ വേർത്ത് പെരുകി വരും. ഇവിടെയൊക്കെ ഇവിടെ എല്ലാം എത്ര മഴയാണെങ്കിലും തലയെല്ലാം ഇങ്ങനെ വേർത്ത്, വല്ലപ്പോഴും കഴിക്കാറുള്ളൂ, തലയൊക്കെ വേർത്ത് കുളിച്ച് പോലെ കിടക്കും. ഇതുവരെയുള്ള ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഒരു വാക്കിൽ ഏറ്റവും അടിപൊളി സന്തോഷമല്ല. അടിപൊളി വെച്ചാൽ എനിക്ക് കഴിഞ്ഞ ഈ 2026 5-ാം മാസം 6-ാം തീയതി 7-ാം തീയതി എനിക്കൊരു ലോകപ്രസിദ്ധമായ ഒരു അവാർഡ് കിട്ടി. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാർക്കും അറിയില്ല, വളരെ അപൂർവം പേർക്ക്. ഞാൻ ഒരു മീഡിയയിലും മറ്റോ പറഞ്ഞിട്ടുള്ളൂ, ഒരു ചാനലിലും മറ്റോ പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റുന്നത്. ഞാനിപ്പം എൻ്റെ 13 വയസ്സിൽ തുടങ്ങിയ യാത്രയാണ്. 39 വർഷമായി ഞാൻ വനം വകുപ്പിനെയും പാമ്പുകളെയും നാട്ടുകാരെയും സേവിക്കാൻ തുടങ്ങി. 238 രാജവെമ്പല പിടികൂടിയിൽ വനം വകുപ്പ് എനിക്ക് 2-3 രാജവെമ്പലിൻ്റെ വണ്ടിക്കൂലി മാത്രമേ തന്നിട്ട്, ബാക്കിയൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ പൈസ കൊടുത്താണ് ഞാൻ പോയി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അവരിപ്പോൾ എനിക്ക് കഴിഞ്ഞ മാസം 6-ാം തീയതി 7-ാം തീയതി ഒരു അവാർഡ് വന്നായിരുന്നു. അത് നമ്മൾ 2015 ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, പാമ്പ് കടിയിട്ട് മരണം കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ സൂപ്രണ്ട് എന്നെ വിളിച്ച്, സുരേഷ് ഇവിടെ ക്ലാസ് എടുക്കണം. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർക്ക് നഴ്സുമാർക്കൊക്കെ ക്ലാസ് എടുത്ത് കഴിഞ്ഞ് ഞാനിങ്ങി പോന്നു. വന്നപ്പോൾ എന്നെ അവിടുത്തെ സൂപ്രണ്ട് വിളിച്ചു, സുരേഷ് ഇപ്പോൾ 2 വണ്ടി ജീപ്പ് ഫോറസ്റ്റുകാർ വന്നിരുന്നു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പെട്ടെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് പോയി, കറണ്ട് പോയി.
അപ്പോൾ ഞാൻ ഈ മൈക്കിൻ്റെ അടുത്ത് പാമ്പിനെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മൈക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇങ്ങനെ ഊതും. അപ്പോൾ പാമ്പ് ചീറ്റുമ്പോൾ ഞാൻ അതിനെ പാമ്പിനെ ഇങ്ങനെ കൈ കൊണ്ട് അഡ്ജസ്റ്റ് പിടിച്ചു. അപ്പോൾ ഞാൻ പറയും പോലെ പാമ്പിന് തോന്നുന്നു. അവർ ഈ പാമ്പ് എന്ത് പറയുന്നു അത് ഞാൻ ഇവർക്ക് സംസ്കൃതി പറഞ്ഞു കൊടുക്കും. ചുമ്മാണ് പറഞ്ഞു കൊടുക്കണം, ഒരു തമാശ കൊണ്ടുപോയി. അപ്പോൾ അത് കണ്ടിട്ട് പത്രത്തിൽ വന്ന് കറണ്ട് പോയപ്പോൾ വാവ സുരേഷ് പാമ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തു. അപ്പോൾ അന്ന് അത് പ്രശ്നമില്ലാതെ ഇപ്പം ഈ 2024 എൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് 3 സമൻസ് അയച്ചു. അത് അറസ്റ്റ് വാറണ്ടാക്കി. 2026 7 മാസം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അറസ്റ്റ് വാറണ്ടാക്കി. ഞാൻ കോഴിക്കോട് താമരശ്ശേരി മെഡിക്കൽ കോളേജ് താമരശ്ശേരി കോടതിയിൽ പോയി ജാമ്യം എടുത്ത് വന്നിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു അവാർഡ്, ഏറ്റവും വലിയ അവാർഡാണ്. ഇപ്പം നമുക്കറിയാം 1 രൂപ പോലും മേടിച്ചിട്ടല്ല ചേട്ടൻ ഇത് ചെയ്യുന്ന ഒരു സർവീസ് ആയിട്ട് നമ്മുടെ നാടിനെ സെർവ് തന്നാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാങ്ങുന്നതാണ്.